Okay, good morning to all. Good morning, ma'am. Good morning. Good morning, Miss. Good morning. First of all, sorry for being late. Or late ആയിക്കോട്ടോ. So, start ചെയ്തോളൂ കേട്ടോ. Start with prayer. Prayer. Good morning, ma'am. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൂടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. താങ്ക് യു മാം. ഹാവ് എ ഗുഡ് ഡേ ഓൾ. Good morning, Miss. Good morning, friends. അല്പം ശ്രദ്ധ, ആരോഗ്യം ഉറപ്പ്. ഭക്ഷണ രീതിയിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹാരം കുറഞ്ഞ അളവിൽ പല തവണകളായി കഴിക്കുക. ഓരോ വ്യക്തികളുടെയും ഭക്ഷണക്രമം അവരുടെ പ്രായം, ജോലി, ആരോഗ്യസ്ഥിതി, രോഗാവസ്ഥ എല്ലാം കണക്കിലെടുത്തായിരിക്കണം. പ്രഭാത ഭക്ഷണം ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഭക്ഷണം അളവിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. മധുരം, എണ്ണ, മസാല ഇവ കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം കുറയ്ക്കുകയും പ്രോട്ടീൻ, ഫൈബർ തുടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുകയും ചെയ്യുക. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. മുളപ്പിച്ച ചെറുപയർ, മുട്ട, മീൻകറി, പയർ, പരിപ്പ്, നട്ട്സ് ഇവയൊക്കെ ദോഷമില്ലാത്ത പ്രോട്ടീൻ ഭക്ഷണങ്ങളാണ്. ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ ലഘുഭക്ഷണമാക്കുന്നത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. ഉദാഹരണം കൊഴുക്കട്ട, അവിയൽ വിളയിച്ചത്, ഇലയട. പാക്കറ്റ് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, എണ്ണയിൽ വറുത്ത സ്നാക്സ്, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. മോരിൻ വെള്ളം, നാരങ്ങ വെള്ളം ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ദിവസവും 10-16 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. ദിവസവും അരമണിക്കൂർ വ്യായാമം ചെയ്യുക. ആകാശത്തോളം സ്വപ്നം കാണുക. മരിച്ചു ജീവിക്കാതെ ജീവിച്ചു മരിക്കുക. കണ്ട സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക. ലൈവ് ആൻഡ് ഡൈ, നോട്ട് ഡൈ ആൻഡ് ലൈവ്, ആൻഡ് മേക്ക് യുവർ ഡ്രീംസ് കം ട്രൂ. Thank you, friends. Thank you, Miss. Good morning, ma'am, and good morning, friends. I am very happy to welcome you all to today's English learning class. English is not just like a subject, it is a skill that helps us express our thoughts clearly and confidently. By learning English, we can improve our communication and open many new opportunities in life. Let us listen carefully, participate actively, and make this class enjoyable and meaningful. Thank you. Okay. Yeah. Then, how are you all? Fine. Fine, Miss. Fine. Okay. പിന്നെന്താ നമ്മുടെ പ്രിപ്പോസിഷൻ കംപ്ലീറ്റ് ആയി അല്ലെ? എല്ലാ പ്രിപ്പോസിഷനും പഠിച്ചല്ലോ, ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? അറിയൂ, റെസ്പോണ്ട് ആകെ സ്ട്രെങ്ത് കുറഞ്ഞോടിന് വരും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഒന്നും ചെയ്യേണ്ട വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ എത്ര പ്രിപ്പോസിഷൻ പഠിച്ചെന്ന് അറിയോ? ഇൻ, ഓൺ, അറ്റ്, സിൻസ്, ഫോർ, ഡ്യൂറിങ്, ബിറ്റ്വീൻ, ബൈ. അല്ലേ? ഇത്രയും പ്രിപ്പോസിഷൻ പഠിച്ചു. ഇത്രയും പ്രിപ്പോസിഷൻ എല്ലാവരും ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് പറയാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ജോലി. പഠിച്ചൊക്കെ പറയണ്ടേ? ചുമ്മാ എല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞത് കാര്യമുണ്ടോ? ഇല്ല, പഠിച്ചത് പറയണം, പറഞ്ഞേ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യും, കുറച്ച് എക്സസൈസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യും. അങ്ങനെ പ്രപ്പോസിഷൻ നമ്മള് കംപ്ലീറ്റ്ലി പഠിക്കും. അതിനുശേഷം ഞാൻ ഒരു കാര്യം പറയും. ഓക്കെ,
അപ്പൊ ആദ്യം ചെയ്യാൻ ഇത് മിസ് യൂട്യൂബ് കണ്ടിട്ട് ലാസ്റ്റ് സസ്പെൻസ് ഉണ്ട് പറഞ്ഞിട്ട് ഫുള്ള് കാണുന്ന പോലെ ലാസ്റ്റ് മിസ് അതല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നതാ. ആരെങ്കിലും നോക്കിട്ടോ? മിസ് ഞാൻ വെറുതെ പറഞ്ഞതാ. അത് ഓക്കെ, മനസ്സിലായി. എല്ലാവരും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞേ? പ്രിപ്പോസിഷൻ നോക്കിയിട്ട് വന്നോ? മിസ് ഇന്നലെ എടുക്കാൻ പറഞ്ഞില്ലേ പ്രിപ്പോസിഷന്? നമ്മള് ക്ലാസ്സിൽ എടുത്ത പ്രിപ്പോസിഷൻ അല്ലേ ക്ലാസ്സിൽ ഇപ്പൊ പറയേണ്ടത്? ഇപ്പൊ പറയേണ്ടത് നമ്മൾ എടുത്ത പ്രിപ്പോസിഷൻ ആണ്. അല്ലാതെ ഞാൻ കുറച്ച് പ്രിപ്പോസിഷൻ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ അറിയണമെന്നും പഠിക്കണമെന്നും താല്പര്യമുള്ള പ്രിപ്പോസിഷൻ നോക്കിയിരുന്നോ ആരെങ്കിലും? നോക്കിയിട്ടില്ല മാം. സന്തോഷം, സത്യം പറഞ്ഞത് സന്തോഷം. ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും? മാം നോക്കണം, നല്ല ഇഷ്ടമുള്ളത് പറയ്. അപ്പം നമുക്ക് ആർക്കാന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്ത് തരാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ മതി എന്നാ പറഞ്ഞ. അപ്പം ഞാൻ ബിഹൈൻഡും ബിസൈഡ്സും ആണ് ചൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ നിൽക്കട്ടെ, അത് ഞാൻ ഡിവൈഡ് ചെയ്ത് തരാം, എല്ലാവർക്കും തരാം. ഓക്കെ, പഠിക്കണം അവിടെ. പ്രപ്പോസിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഞാൻ കുറച്ചുപേരെ വിളിക്കാം. വിളിക്കുന്ന ഓർഡറില് നമ്മൾ പഠിച്ച പ്രപ്പോസിഷനെ കുറിച്ച് ഒന്ന് പ്രസന്റ് ചെയ്യാം. എന്താണോ മനസ്സിലായത് അത് മാത്രം ഒന്ന് പറയാം. കേട്ടില്ല? എല്ലാവരും പറയണം കേട്ടോ. നോക്കിയിട്ടുണ്ടല്ലേ? ഞാൻ ചോദിക്കാം കേട്ടോ. വേണ്ട, ടെക്സ്റ്റ് ചെയ്ത് നിങ്ങൾ പേര് ടെക്സ്റ്റ് ചെയ്തേ. ആരൊക്കെയാണ് പ്രപ്പോസിഷനൊക്കെ പറയാൻ വില്ലിങ് ആയവര്? Please text your name if you are willing to present about preposition. What we learned. Text your name. പേര് ടെക്സ്റ്റ് ചെയ്യൂടാ. പ്രസന്റ് ചെയ്യാൻ വില്ലിങ് ആയവര് പേര് ടെക്സ്റ്റ് ചെയ്യൂ. കേട്ടത്? അല്ലെങ്കിൽ ഓരോരുത്തരെ വിളിക്കും. ഷോറാ, കാരണം ഇത് പഠിക്കണം, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ടെൻസ് ഒക്കെ പഠിക്കുന്നത് ആവശ്യമാണ്. നിങ്ങൾ ആ ടൈമിൽ എന്നോട് ചോദിക്കും, മിസ്സേ അവിടെ ഇല്ല ഈ പ്രപ്പോസിഷൻ ലൈഫ് ചെയ്യണ്ടേ, അവിടെ ഇങ്ങനെയല്ല എന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കും. അതുകൊണ്ട് ഇത് പഠിച്ചേ പറ്റൂ, പറയണം എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്ന് പറയും. എന്താണ് നമ്മൾ ക്ലാസ് എടുത്തത്? ഇല്ല, ആരും പറയുന്നില്ല. മിസ് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി പ്രിപ്പോസിഷൻ. നമ്മൾ പഠിച്ചത് ഫുള്ള് പറയണം. ഓക്കെ, ജിറ്റി പറയൂ. ജിറ്റി ഓക്കെ മാം, പറയാം. എല്ലാവരും പേര് ടെക്സ്റ്റ് ചെയ്യട്ടോ. ടെക്സ്റ്റ് ഞാൻ വിളിക്കാം. Today we have discussed about prepositions. What do you mean by prepositions? A preposition is a word or group of words that related to other words to each other is called as preposition. Prepositions is so many is there. First one I will discuss about in. In will be used place, season, months, year, weeks, morning, afternoon, evening, small vehicles, and closed space. These are all the uses of in. Then first one place. For examples, I live in Kochi. Then I live in Thrissur. I am in Lulu Mall. Then season for will be examples for we go to the beach in summer. Then it is very cold in winter. It is very hot in summer. Then next I will use in. I was born in 1998. Then small vehicles, for example, I have traveling car. These are all the examples of in prepositions. Then I will move about on. Then second one, on prepositions. On prepositions will be used surface, days, date, large vehicles,
then medias is will be uses of on. For examples, I am on the bus, then I am on the train, then I am on the bike, then I was born in 13th December, then media, for examples, use, then I watch video on the TV, I watch cinema on phone. These are all the examples of on. The next examples, the teacher asked him to call these parents on Monday. I am on the bus, then I saw him on the bicycle. These are all the examples of on. Then next we'll move about next we'll move about at. At will be uses a time, then specific place, then specific time. These are all the will be used at. For examples, at examples, then she always woke up at 7 a.m. Then I woke up 8 o'clock. Then I will meet to you yesterday. These are the examples of at. Then next move about since. Since will be used to starting point. Since is used in the perfect tense, then or exact point or period of time. Since will be used for examples. I have been living here since 2010. Then she has been sick since last week. Then I have been studying since 9 a.m. Then I have been living in this city since 2018. These are the since will be used. Next, during. During it is used to indicate that an event occurs with a specific period. അതായത് ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുന്നതിനിടയിലാണ് ഈ ഡ്യൂറിങ് യൂസ് ചെയ്യുന്നത്. ഡ്യൂറിങ് യൂസ് ചെയ്യണത് ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ, അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തിങ്സ് എന്തൊരു സംഭവം നടക്കുന്നതിന്റെ ഇടയിലാണ് ഡ്യൂറിങ് നമ്മൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾസ്, he fell asleep during the film. Then she got a call during dinner. Then next, students should not take during the exam. ഇപ്പൊ ഡ്യൂറിങ് ശേഷം എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ നൗൺ വരും. ഡ്യൂറിങ് ഇപ്പൊ എഴുതാണെങ്കിൽ നെക്സ്റ്റ് നൗൺ ഇവിടെ വരും. ഇപ്പൊ നൗൺ സ്റ്റുഡൻസ് ഷുഡ് നോട്ട് ടേക്ക് ഡ്യൂറിങ് ദ എക്സാം. അപ്പൊ അതൊക്കെ നൗൺ ആണ്. അപ്പൊ നമുക്കത് വേഗം അറിയാനായിട്ട് പറ്റും. പിന്നെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ it is rained during the night. Then she worked during this time. Then I take notes during the class. ഇതൊക്കെ ഡ്യൂറിംഗിൽ നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഫോർ will be used durations of time അല്ലെങ്കിൽ to you, എന്തെങ്കിലും വേണ്ടി അങ്ങനെ നമ്മൾ പറയാമല്ലോ മലയാളത്തിൽ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഫോർ യൂസ് ചെയ്യും. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ the gift is for you. The gift നിനക്ക് വേണ്ടി. The gift is for you. Then I am happy for you. Then we waited for 2 hours. Then she lived here for 5 years. ഇവിടെയാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുക. Then by യൂസ് ചെയ്യുന്നത് ട്രാവൽ, then communication, then method of payments. ഇതൊക്കെ ബൈ നമ്മൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾസ്, I go to schools by bus. ട്രാവലിന് എക്സാമ്പിൾസ് ആട്ടോ. I go to school by bus. Then പേയ്മെന്റ് ആണെങ്കിൽ I paid by cash. കണ്ടോ. Then next, communication ആണെങ്കിൽ I contacted her by phone. Then the book was written by Tagore എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ, അതിന് ബൈ നമ്മൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ബിറ്റ്വീൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പൊസിഷൻസ്, ടൈം, ഡിഫറൻസ്. ഇവിടെയാണ് നമ്മൾ മെയിൻ ബിറ്റ്വീൻ ചേർക്കുക. ഫോർ എക്സാമ്പിൾസ്, the ball is between the chair and table യൂസ് ചെയ്യാം. നെക്സ്റ്റ്, my shop open between 8 a.m. to 9 a.m. അതിന്റെ ഇടയിൽ നമ്മൾ ചേർക്കുന്നുണ്ട് ബിറ്റ്വീൻ. I am sitting between my mother and father. Then my house is between market and village. Examples of between. Then next, among used for the teachers walked among the rows of bench.
among is used when taking about more than or two persons. ഒന്നിൽ കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ തിങ്സ് ആവാം, ഗ്രൂപ്പ്സ് ആവാം. ഇതൊക്കെയാണ് among യൂസ് ചെയ്യണത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ she was sitting among her friends. Then the teachers walked among the rows of benches. Then the cat hid among the box. Then they shared the profit equally among the partners. Then the teachers distribute chocolate among the students. ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പ്രൊപ്പോസിഷൻസ് ആണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ജിറ്റി, ഈ നെക്സ്റ്റ് ആരായിരുന്നു പേര് ടെക്സ്റ്റ് ചെയ്തേ? ഇടയിൽ കോള് കട്ടായി, റീജോയിൻ ചെയ്താണ്. സോ എല്ലാ മെസ്സേജും ഡിലീറ്റ് ആയി പോയിട്ടോ. ഒന്നുകൂടെ ഒന്ന് എല്ലാവരും ടെക്സ്റ്റ് ചെയ്തു കേട്ടോ. ഇതാണ് ഐ തിങ്ക് ദീദിക്ക് ശേഷം ടെക്സ്റ്റ് ചെയ്തെങ്കിലും ദിവ്യ ആണോ? ദിവ്യ അതിനുശേഷം ഫീലിംഗ് ആയിട്ട് ഒന്നുകൂടെ പേര് ടെക്സ്റ്റ് ചെയ്തു കേട്ടോ. മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ടാണേ. ദിവ്യ പറഞ്ഞോ കേട്ടോ. ഗുഡ് മോർണിംഗ് ഓൾ. മിസ് ഒരു മിനിറ്റ്, ഇന്റെ അടുത്ത ഞാനെന്ന് ദിവ്യന്റെ കഴിഞ്ഞിട്ട് ഞാനെന്ന് പറഞ്ഞത്. ആണോ? അതല്ല, എന്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് ഞാൻ ഒന്ന് ലീവ് ആവണില്ല, ഒന്ന് പോവണ്ടേ, മാറണ്ടേ. ഓക്കെ, താങ്ക് യു മാം. In the previous classes, we discussed about the prepositions. What is preposition? A preposition is a word that shows the relationship between a noun or a pronoun and another part of a sentence. Simply, it is a connective tissue of a language. They usually tell you where something is, when something is happening, or how something is being done. അതായത് നമ്മൊരു സെന്റൻസിൽ കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുകയാണെങ്കിൽ, പ്രിപ്പോസിഷന് മെയിൻ ആയിട്ട് പറയുന്ന എക്സാമ്പിള് in, on, at, behind, between, before, after, during, since, until, into, to, etc. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്നിനെ കുറിച്ചാണ്. ഇന്നെന്ന് പറഞ്ഞാല് ലാർജ് ആയിട്ടുള്ള സംഭവങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് ഇന്നെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ്ലേസ്, സീസൺസ്, മന്ത്സ്, ഇയേഴ്സ്, എൻക്ലോസ്ഡ് സ്പേസ്, ടൈം, സ്മോൾ വെഹിക്കിൾസ്, ഇതിലൊക്കെയാണ് ഇതിന് മുന്നായിട്ടാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പ്ലേസിൽ യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷാൽ വി മീറ്റ് ഇൻ ദ പാർക്ക്, നമുക്ക് പാർക്കിൽ മീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ. പിന്നെ താജ്മഹൽ സിറ്റുവേറ്റഡ് ഇൻ ആഗ്ര, അതായത് ഒരു പ്ലേസിന് ബിഫോർ ആയിട്ട് നമുക്ക് ഇന്ന് യൂസ് ചെയ്യാം. പിന്നെ സീസൺസിന് ബിഫോർ ആയിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആർ ബ്ലൂം ഇൻ സ്പ്രിംഗ്, കോമൺലി സ്നോഫാൾ ഇൻ വിന്റർ സീസൺ. അതായത് സീസൺസിന്റെ കൂടെ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഇന്നാണ്. പിന്നെ മന്ത്സിന്റെ കൂടെ യൂസ് ചെയ്യും, ഇയേഴ്സിന്റെ കൂടെ യൂസ് ചെയ്യും, എൻക്ലോസ്ഡ് സ്പേസിൽ യൂസ് ചെയ്യും. ടൈം പറയുകയാണെങ്കിൽ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് അങ്ങനെയുള്ളതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്മോൾ വെഹിക്കിൾസിന് എക്സാമ്പിൾ കാറ്, ഓട്ടോ ടാക്സി, ഓട്ടോറിക്ഷ, അങ്ങനത്തെ സ്മോൾ വെഹിക്കിൾസിലും നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓണിനെ കുറിച്ചാണ്. ഓണിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഓൺ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഡേയ്സ്, ഡേറ്റ്. പിന്നെ ലാർജ് വെഹിക്കിൾസ്, അതായത് ട്രെയിന്, ബസ്, പ്ലെയിന്, അങ്ങനത്തെയിലൊക്കെയാണ് ഇന്ന് യൂസ് ചെയ്യും. പിന്നെ ഒരു സർഫസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഓൺ യൂസ് ചെയ്യും. പിന്നെ ഏതെങ്കിലും മീഡിയനെ കുറിച്ചാണ് പറയണമെങ്കിൽ അവിടെ ഓൺ യൂസ് ചെയ്യും. അപ്പൊ ഡേയ്സിനെ കുറിച്ച് പറയണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ മീറ്റിംഗ് ഓൺ മൺഡേ. ഡേറ്റിനെ കുറിച്ചാണെങ്കിൽ, ഷീ വാസ് ബോൺ ഓൺ 13th August. ലാർജ് വെഹിക്കിളിനെ കുറിച്ചാണ് പറയണമെങ്കിൽ, ഷീ ഈസ് ഓൺ ദ ബസ്. സർഫസിനെ കുറിച്ചാണ് പറയണമെങ്കിൽ, ദ കാറ്റ് ഈസ് പ്ലേയിങ് ഓൺ ദ കൗച്ച്. മീഡിയ ആണെങ്കിൽ പറയണത്, ഐ സോ ദ പോസ്റ്റ് ഓൺ ദി ഫേസ്ബുക്ക്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഓണാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നതാണ് അറ്റ്. എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടൈമിന് യൂസ് ചെയ്യും. പിന്നെ നൈറ്റ്, മിഡ് നൈറ്റ്, നൂൺ, അതിനൊക്കെ മുന്നായിട്ട് യൂസ് ചെയ്യും.
പിന്നെ കറക്റ്റ് നമ്മൊരു പ്ലേസിൽ നിൽക്കുകയാണ്, ആ പ്രസന്റ് ആ ടൈമിൽ നിൽക്കുകയാണെങ്കിൽ അത് മെൻഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഒരു ഏരിയയിൽ ഒരു അഡ്രസ്സിനെ മെൻഷൻ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഫെസ്റ്റിവൽസിന് മുന്നായിട്ട് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 9 AM. പറയുന്നത് 9 മണിക്കാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണതെന്നാണ്. പിന്നെ ഹീസ് അറ്റ് ലൈബ്രറി, അതായത് അവൻ ലൈബ്രറിയിലാണ്. അതുപോലെ തന്നെ ഐ ലവ് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർസ് അറ്റ് നൈറ്റ്, രാത്രിയിൽ സ്റ്റാർസിനെ കാണാൻ ഇഷ്ടമാണ്. അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കറക്റ്റ് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലാണ് നമ്മൾ അറ്റ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം എടുത്തതാണ് സിൻസ്. സിൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടാണ്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യാം, ഡേറ്റ് പറയുകയാണെങ്കിൽ മന്ത്, ഇയർ, ടൈം, ഏജ്, അങ്ങനെ കുറെ കാര്യങ്ങളിൽ നമുക്ക് സിൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സിൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹാസ് ബീൻ, ഹാവ് ബീൻ അതെല്ലാം കൂടെ സെന്റൻസിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I have been studying since 9 AM. She has been a teacher since 2015. Ajit has lived in London since April. I have been living in this city since 2018. ഇതിലൊക്കെ നമ്മൾ have been അല്ലെങ്കിൽ has been യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, സിൻസ് എന്ന് പറഞ്ഞ ഒരു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് കാണിക്കും. അതിനുശേഷം വരുന്നതാണ് ഡ്യൂറിങ്. ഡ്യൂറിങ് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടി നമ്മ മറ്റൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കാണിക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ബേബി ക്രൈഡ് ഡ്യൂറിങ് വാക്സിനേഷൻ, ഷീ ഫെൽ അസ്ലീപ് ഡ്യൂറിങ് എ മൂവി, ദ ലൈറ്റ്സ് ഓഫ് ഡ്യൂറിങ് ദ ഹെവി റെയിൻ, ഹി ലോഫഡ് ഡ്യൂറിങ് ദ മീറ്റിംഗ്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ വേറൊരു കാര്യം ഇടയിൽ കൂടി ചെയ്യണമെങ്കിൽ അതിനെ മെൻഷൻ ചെയ്യാനായിട്ടാണ് ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫോർ ആണ്. ഇത് ഡ്യൂറേഷൻ ഓഫ് ടൈം അല്ലെങ്കിൽ വേണ്ടി എന്നൊക്കെ പറയുന്ന മീനിങ്ങിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതും നമുക്ക് പിന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ സ്റ്റഡിങ് ഹാർഡ് ഫോർ ദ ബോർഡ് എക്സാം, they have lived here for 10 years. Exercise is good for your health. അതായത് വേണ്ടി അല്ലെങ്കിൽ ഡ്യൂറേഷൻ കാണിക്കാൻ ഇതിൽ പറയുന്നത് they have lived here for 10 years. അവരെന്താണ് ഇവിടെ 10 വർഷമായിട്ട് താമസിക്കുന്നതാണ്. പിന്നെ വേണ്ടി എന്ന് പറഞ്ഞ മീനിങ് കാണിക്കാനായിട്ട് എക്സസൈസ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് എക്സസൈസ് നല്ലൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ബൈ. ബൈ എന്ന് പറഞ്ഞാൽ ത്രൂ, അതിലൂടെ എന്നൊക്കെ പറയൂല, അതാണ് മീനിങ് വരുന്നത്. അതിന് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇതുപോലെ തന്നെ ട്രാവല്, കമ്മ്യൂണിക്കേഷൻ, പേയ്മെന്റ് മെത്തേഡ്, ടൈം, പിന്നെ മറ്റേ ഓതേഴ്സ് ഒക്കെ ഓരോ ബുക്കുകളൊക്കെ എഴുതി എന്നൊക്കെ നമ്മൾ പറയൂലേ, അതിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ട്രാവല് പറയുകയാണെങ്കിൽ വി വെന്റ് ടു ഡൽഹി ബൈ പ്ലെയിൻ. പിന്നെ പേയ്മെന്റിന്റെ പറയുകയാണെങ്കിൽ യു ക്യാൻ പേ ബൈ ക്രെഡിറ്റ് കാർഡ്. ടൈം പറയുകയാണെങ്കിൽ അസൈൻമെന്റ് മസ്റ്റ് ബി ഫിനിഷ്ഡ് ബൈ 5 PM. പിന്നെ കമ്മ്യൂണിക്കേഷൻ പറയുകയാണെങ്കിൽ ഐ സ്പോക്ക് ഹെർ ടു ബൈ ടെലിഫോൺ. പിന്നെ മറ്റേ ഓതറിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ അതിന് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫേമസ് പെയിന്റിങ് മൊണാലിസ പെയിന്റഡ് ബൈ ഡാവിഞ്ചി, അങ്ങനെയൊക്കെ പറയണത് പോലെ. നെക്സ്റ്റ് വരുന്നതാണ് ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാല് രണ്ട് ഡിസ്റ്റിങ് പോയിന്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, പീപ്പിൾ, ഇതിന്റെയൊക്കെ ഇടയിൽ അങ്ങനെ പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ പറയണത്. ഇതിലും എന്തായാലും വരെ എനിത്തിങ് ഏത് സാധനമാണെങ്കിൽ പറയാം. നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ there is nothing between us, we share the cake between the party, the child is aged between 2 and 3. അത് ഇടയിൽ നിന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്, രണ്ടെണ്ണത്തിന് തമ്മിൽ കണക്ട് ചെയ്യണ പോലെ.
നെക്സ്റ്റ് പറയുന്നത് എമങ്. എമങ് എന്ന് പറഞ്ഞാല് മോർ ദാൻ ടു. ബിറ്റ്വീന്റെ പോലെ തന്നെയാണ്, പക്ഷെ ബിറ്റ്വീനിൽ രണ്ടെണ്ണത്തിന്റെ വെച്ചിട്ടാണ് വരുന്നത്. എമങ് ആവുമ്പോ രണ്ടിൽ കൂടുതൽ വരും. ഇപ്പൊ നമ്മ ഒരു ക്രൗഡിൽ ഒരാളെ കണ്ടു എന്ന് പറയൂലേ, ഇപ്പൊ ഐ സോ ഹിം എമങ് ദ ക്രൗഡ്, അങ്ങനെയൊക്കെ പറയൂലേ. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എമങ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ആണ്. അത്രേ ഉള്ളൂ. താങ്ക് യു. Okay. Okay, Divya. Then who's next? Anyone? Okay, Farida. Farida, കേൾക്കുന്നുണ്ടോ? Okay, ma'am. Good afternoon. What is the preposition? A preposition is a word that connect nouns, pronouns, or places to other words with a sentence. Preposition ഡിസ്കസ് ചെയ്തത് ഓണ് അറ്റ് അങ്ങനെ പറയണ്ട. അതിൽ ഫസ്റ്റ് പ്രിപ്പോസിഷൻ ഇൻ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ സ്ഥലത്തോ സമയം, അവസ്ഥ എന്നിവയെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. പ്ലേസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദ ബുക്ക് ഈസ് ഇൻ ദ ബാഗ്. പിന്നെ ടൈമിൽ ഉപയോഗിക്കും. ടൈമിലാണെങ്കിൽ സീസണില്, മന്ത്സില്, ഇയേഴ്സില്, മോർണിംഗ്സില്. സീസണൽ ഐ വിസിറ്റഡ് മൂന്നാർ ഇൻ സമ്മർ. മന്ത്സിലാണ് മൈ ബർത്ത്ഡേ ഈസ് ഇൻ ഡിസംബർ. ഇയേഴ്സിലാണെങ്കിൽ ഐ വാസ് ബോൺ ഇൻ 20,000. മോർണിംഗിൽ വി വിൽ മീറ്റ് ഇൻ ദ മോർണിംഗ്. നമ്മൾ ഇന്നില്ല, ഉള്ളിൽ നിന്നുള്ള ഇതിൽ വരുന്നില്ല, അതിനൊക്കെ നമ്മൾ ഇന്ന് ഉപയോഗിക്കും. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഓൺ. Preposition on. On is a preposition used mainly for surface, dates and some devices. പിന്നെ on സർഫേസിൽ നമ്മൾ ഉപയോഗിക്കാം. യൂസ് on when something is touching or resting on a surface. For example, the book is on the table. The cat is on the roof. There is a picture on the wall. നെക്സ്റ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്. യൂസ് ഓൺ ഫോർ സ്പെസിഫിക് ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്. ഫോർ എക്സാമ്പിൾ, വി ഹാവ് എ ടെസ്റ്റ് ഓൺ മൺഡേ. മൈ ബർത്ത്ഡേ ഈസ് ഓൺ June 5. ഐ വിൽ സീ യു ഓൺ സൺഡേ. നെക്സ്റ്റ് ആണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് ഡിവൈസ്. യൂസ്ഡ് ഓൺ വിത്ത് ബസ്സസ്, ട്രെയിൻസ്, പ്ലാൻസ്, bike and electronic device. For example, she is on the bus. He is on the train. I am on the phone. She is on TV. ഇങ്ങനെ ഉപയോഗിക്കും. പിന്നെ പ്രിപ്പോസിഷൻ അറ്റ്. Preposition at is used for an exact point in time or place. എന്നിടത്ത്, കൃത്യസമയത്ത് എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ അവിടെ നമ്മൾ അറ്റ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഹി ഈസ് അറ്റ് ദ ഡോർ. ഐ ആം അറ്റ് ഹോം. എക്സാക്ട്ലി യൂസ് ദ അറ്റ് ഫോർ പ്രിസൈസ് ടൈം. ദ ട്രെയിൻ ലീവ്സ് അറ്റ് 6 PM. I woke up at 6 o'clock. The events and activities. Use the with events or place where activities happen. For example, she is at a party. We meet at the meeting. He is at work. At എക്സാക്ട് പോയിന്റിൽ അത് മനസ്സിലാക്കിയാൽ മതി. കൃത്യസമയം, കൃത്യമായ പോയിന്റിൽ അല്ലെങ്കിൽ കൃത്യസ്ഥലത്ത് അല്ലെങ്കിൽ കൃത്യസമയത്ത് എന്നിവിടങ്ങളിലാണ് അറ്റ് ഉപയോഗിക്കുക. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ സിൻസ്. യൂസിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ാണ് ഇത് ഉപയോഗിക്കുക. Since is a preposition used to show the starting point in the past that continues until now. Since എന്ന് പറഞ്ഞാല് മുതൽ കൊണ്ട് നമുക്ക് പറയില്ലേ. ഫോർ എക്സാമ്പിൾ, സിൻസ്
20,000 സിൻസ് മോർണിംഗ്, സിൻസ് മൺഡേ, സിൻസ് ചൈൽഡ്ഹുഡ് അറിയില്ല, നമ്മൾ ബാല്യകാലം മുതൽ, തിങ്കളാഴ്ച മുതൽ, രാവിലെ മുതൽ, അങ്ങനെയൊക്കെ നമ്മൾ മുതൽ എന്ന് പറയുന്നു. അപ്പോഴാണ് സിൻസ് ഉപയോഗിക്കുക. ഇത് നമ്മൾ എന്താ ഇപ്പോ മനസ്സിലായി. യൂസ് സിൻസ് വിത്ത് ആൻ എക്സാക്ട് സ്റ്റാർട്ടിംഗ് ടൈമിലാണ് നോക്കേണ്ടത്. സിൻസ് കൃത്യമായ ആരംഭ സ്ഥലത്തോടൊപ്പം സിൻസ് ഉപയോഗിക്കും. ഓഫ്റ്റൻ യൂസ്ഡ് വിത്ത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പലപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനോടൊപ്പം ഉപയോഗിക്കുന്നു. ഷോ ആക്ഷൻ കണ്ടിന്യൂസ് അണ്ടിൽ നൗ, പ്രവൃത്തി ഇപ്പോൾ വരെ തുടർന്നതായി കാണിക്കുന്നു. അപ്പോഴൊക്കെ നമ്മൾ സിൻസ് ഉപയോഗിക്കുക. സിൻസ് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് സ്റ്റഡീഡ് ഹെർ സിൻസ് 20,000. He has been waiting since 5 p.m. We have lived in this house since last year. ഞങ്ങൾ ഈ വീട്ടിൽ കഴിഞ്ഞ വർഷം മുതൽ താമസിക്കുന്നു. I have lived here since 20,000. ഞാൻ ഇവിടെ 20,000 മുതൽ താമസിക്കുന്നു. I have been here since morning. ഞാൻ ഇവിടെ രാവിലെ മുതലാണ്. ഇങ്ങനെ മുതൽ എന്ന് പറയുമ്പോൾ അതിനാണ് സിൻസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഡ്യൂറിംഗ്. During is preposition used to show that something happens in the middle of a period of time. During എന്നത് ഒരു പരിധിയുടെ നടുവിൽ എന്തെങ്കിലും സംഭവിക്കുന്നതായി കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഡൂറിങ്. ഡൂറിങ് അതിൽ നോൺസ് ഉണ്ടാവും. നോൺസ് ഡൂറിങ് എന്ന സമയത്ത്, കാലത്ത്, സമയത്തിൻ്റെ ഒരു സമയപരിധിക്കുള്ളിൽ ഒരു സംഭവത്തിന്റെ ഇവിടെയൊക്കെയാണ് നമ്മൾ ഡൂറി ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഡൂറിങ് ദ ക്ലാസ് സമയത്ത്, ഡൂറിങ് ദ നൈറ്റ് രാത്രിക്കിടെ, ഡൂറിങ് ദ ഹോളിഡേ അവധിക്കാലത്ത്. ഇതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറഞ്ഞാൽ ഡൂറിങ് ഈസ് യൂസ്ഡ് വിത്ത് ദ പീരിയഡ് ഓഫ് ടൈം, നോട്ട് എക്സാക്ട് ടൈം. ഒരു സമയപരിധിയോടെയാണ് ഉപയോഗിക്കുന്നത്, കൃത്യമായ സമയത്തോടല്ല. സ്ട്രക്ചർ ഡൂറിങ് ആൻഡ് നൗൺസ്. നോട്ട് യൂസ്ഡ് വിത്ത് ഡ്യൂറേഷൻ നമ്പേഴ്സ്. സമയദൈർഘ്യം കാണിക്കുന്ന സംഖ്യകളോടൊപ്പം ഉണ്ടായിട്ടില്ല. എക്സാമ്പിൾ, ഹി സ്റ്റെപ്സ് ഡ്യൂറിങ് ദ മൂവീസ്. സിനിമ കാണുന്നതിനിടയിൽ അവൻ ഉറങ്ങി, നടന്നു കളിക്കുക. ഡു നോട്ട് ടാൾക്ക് ഡ്യൂറിങ് ദ ക്ലാസ് സമയത്ത് സംസാരിക്കരുത്. ഷീ മെറ്റ് മീ ഡ്യൂറിങ് ദ ഹോളിഡേ. അവൾ അവധിക്കാലത്ത് എന്നെ കണ്ടു. ഡു നോട്ട് ടാൾക്ക് ഡ്യൂറിങ് ദ എക്സാം. ഹി സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ മൂവി. വി മെറ്റ് ഡ്യൂറിങ് ദ ഹോളിഡേസ്. ദ നൈറ്റ് വെൻ ഓഫ് ഡ്യൂറിങ് ദ നൈറ്റ്. ഷീ കോൾഡ് മീ ഡ്യൂറിങ് ദ മീറ്റിംഗ് സമയത്ത് അവൾ എന്നെ വിളിച്ചു. അങ്ങനെ പറയാം. അതാണ് സിൻസ്. ഇനി for next preposition for. Preposition for is used to show purpose, benefits, duration of reason. Main uses of for. എപ്പോഴൊക്കെയാണ് for ഉപയോഗിക്കുന്നത്? പർപ്പസ്, എന്തിനായി, അങ്ങനെ അറിയല്ലോ. ഐ സ്റ്റഡി ഫോർ മൈ എക്സാം. ഞാൻ എന്റെ പരീക്ഷക്കായി പഠിക്കുന്നു. അപ്പൊ പരീക്ഷക്കായി അങ്ങനെ ഉപയോഗിക്കുന്നതിനാണ് for. നെക്സ്റ്റ്, ബെനിഫിറ്റ് ആർക്ക് വേണ്ടി, ആർക്കായി. ദിസ് ഗിഫ്റ്റ് ഈസ് ഫോർ യു. ഈ സമ്മാനം നിനക്കാണ്. ഡ്യൂറേഷൻ, എത്ര സമയം. ഐ വെയിറ്റഡ് ഫോർ 2 hours. ഞാൻ 2 മണിക്കൂർ കാത്തിരുന്നു. റീസണില്, ഹി വാസ് പണിഷ്ഡ് ഫോർ ചീറ്റിംഗ്. അവൾ ചതി ചെയ്തതിനാൽ അവൾക്ക് ശിക്ഷയപ്പെട്ടു. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ബൈ. Preposition by is used to show the door method, place, near or deal line. Thereof and action. ആരാൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, the book was written by him. ആ പുസ്തകം അവൾ എഴുതിയത്. നമ്മൾ മെത്തേഡിലാണെങ്കിൽ she goes to school by bus. അവൾ ബസ്സിൽ സ്കൂളിൽ പോകുന്നു. എങ്ങനെ, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ പിന്നെ നിയർ, അരികിൽ, സമീപം എന്ന് വരുമ്പോൾ he is sitting by me. അവൾ എന്റെ അരികിൽ ഇരിക്കുന്നു. ഡേറ്റ് ലൈനില് ഫിനിഷ് ദിസ് വർക്ക് ബൈ ടുമാറോ. നാളേക്കുള്ളിൽ ഈ ജോലി തീർക്കും. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ബിറ്റ്വീൻ. ബിറ്റ്വീനിന്റെ പൊസിഷനിലെ ടൈം ഡിഫറൻസ്. പ്രിപ്പോസിഷൻ ബിറ്റ്വീൻ ഈസ് യൂസ്ഡ് ടു ഷോ സംതിങ് ഇൻ ദ മിഡിൽ
of two people, place or things. അപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിൻ യൂസ് ഓഫ് ബിറ്റ്വീൻ എപ്പോഴൊക്കെ നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്? ഇൻ ദ മിഡിൽ ഓഫ് ടു, രണ്ടിന്റെ ഇടയിൽ. ദ ബോൾ ഈസ് ബിറ്റ്വീൻ ദ ടു ബോയ്സ്, പന്ത് രണ്ട് കുട്ടികളുടെ ഇടയിലാണ്. അങ്ങനെ ഇടയിൽ നിന്ന് വരുമ്പോഴാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. ഷോയിൻ റിലേഷൻഷിപ്പ് ഓഫ് ടു, രണ്ടിന്റെ ഇടയിലുള്ള ബന്ധത്തിനെ കുറിച്ച് പറയല്ലോ നമ്മൾ. ദയർ ഈസ് എ ഫൈറ്റ് ബിറ്റ്വീൻ ദം, അവരുടെ ഇടയിൽ തർക്കമുണ്ട്. ഈ ടൈമിലാണെങ്കിൽ ദ ഷോപ്പ് ഈസ് ഓപ്പൺ ബിറ്റ്വീൻ 9 and 5, കട 9-നും 5-നും ഇടയിൽ തുറക്കും. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഫോർ ടു, രണ്ട് കാര്യത്തിന്റെ ഇടയിൽ ഉപയോഗിക്കുന്നതിനാണ്. താങ്ക് യു മാം. Okay, so next, I think Linshi. Linshi, are you ready? Good morning, ma'am. Yeah. Okay, present here. Now. Full proposition ആണ്. ഞാൻ ജസ്റ്റ് ഇപ്പൊ കേറിയുള്ളായിരുന്നേ. ആണോ? ഫുൾ ആയിരുന്നു. ഫുള്ള് ഇപ്പൊ കഴിഞ്ഞതൊക്കെയോ? നമ്മൾ പഠിച്ചതെല്ലാം ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു. ഓക്കെ. ശരി. Good morning all. First preposition ഇന്നെ കുറിച്ച് പറയാം. ഇന്ന് സാധാരണ ഉപയോഗിക്കുന്നത് പ്ലേസ്, സീസൺസ്, ലൈക്ക് വിന്റർ, സമ്മർ ഒക്കെ. പിന്നെ മന്ത്, ഇയർ, ഡേയ്സ്. പിന്നെ ഇൻ ദ മോർണിംഗ്, പിന്നെ ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ. പിന്നെ സ്മോൾ വെഹിക്കിൾസിൽ ഉപയോഗിക്കത്തില്ല. പിന്നെ എൻക്ലോസ്ഡ് സ്പേസ്, ലാർജ് വെഹിക്കിൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻ ദ കാർ, ഇൻ ദ ഓട്ടോ, അങ്ങനത്തെ ഉള്ളതിൽ. ഇപ്പൊ പ്ലേസിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഐ ബോൺ ഇൻ കേരള, ഐ ആം ഇൻ ലുലു മാൾ, ഓർ ഐ ലീവ് ഇൻ തൃശ്ശൂർ. അതൊക്കെ. സീസൺസ്, ഐ വെന്റ് ടു ദ പാർക്ക് ഇൻ ദ ഈവനിങ്, ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ ഏർലി മോർണിംഗ്, ഐ വിസിറ്റഡ് മൂന്നാർ ഇൻ വിന്റർ, വി ഗോ ടു ദ ബീച്ച് ഇൻ സമ്മർ. അങ്ങനെ സീസൺസിന് മുമ്പായിട്ട് നമ്മൾ ഇൻ ഉപയോഗിക്കും. മൂന്നാമത്തേല് മന്ത്, ഇയർ, ഡേയ്സ്. അതിലാണെങ്കിൽ നമ്മ എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ, MT18 ക്ലാസ് സ്റ്റാർട്ട്സ് ഇൻ ഒക്ടോബർ, ദ കമ്പനി വാസ് സ്റ്റാർട്ടഡ് ഇൻ 1970, ഐ ആം ഗോയിങ് ടു കുവൈറ്റ് ഇൻ ഏപ്രിൽ. അങ്ങനെ. അപ്പോൾ ഒരു മന്തിന്റെ അല്ലെങ്കിൽ ഇയറിന്റെ ബിഫോർ നമ്മൾ ഇൻ ഉപയോഗിക്കും. അടുത്ത എക്സാമ്പിള്, നമ്മൾ സ്മോൾ വെഹിക്കിൾസ് ലൈക്ക് ഇൻ ദ ബൈക്ക്, ഇൻ ദ സൈക്കിൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്നുള്ളൊരു മീനിങ് ആണല്ലോ. അപ്പോൾ നമ്മൾ ബൈക്ക്, സൈക്കിൾ അതിന്റെ ഉള്ളിൽ നിന്നുള്ള മീനിങ് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഐ ആം ഇൻ ദ കാർ, കാറ്, ഓട്ടോ അങ്ങനത്തെ ഉള്ള വെഹിക്കിൾസിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കും. ഐ ആം ഇൻ ദ കാർ, ഐ വെന്റ് ടു ദ സ്കൂൾ ഇൻ ഓട്ടോ, ഐ ട്രാവൽ ഇൻ ദ കാർ, ഐ ലൈക്ക് ടു റൈഡ് ഇൻ ദ കാർ, ഇൻ ദ ഓട്ടോ അങ്ങനെ. പക്ഷെ സ്മോൾ വെഹിക്കിൾസ്, കാർ, ഓട്ടോ അങ്ങനെ. ബൈക്ക്, ബൈസൈക്കിളിൽ അങ്ങനെ ഉപയോഗിക്കത്തില്ല. പക്ഷെ ലാർജ് വെഹിക്കിൾസിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ട്രെയിൻ, അങ്ങനത്തെ ബസ്, അതിനൊക്കെ ഇന്ന് ഉപയോഗിക്കത്തില്ല. പിന്നത്തെ ഉപയോഗിക്കുന്ന ഉള്ളിൽ നിന്നുള്ള മീനിങ് ആയതുകൊണ്ട് എൻക്ലോസ്ഡ് സ്പേസസിലെല്ലാം. എൻക്ലോസ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബോട്ടിലിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു കബോർഡിനകത്ത്, അങ്ങനെ എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിന് മുമ്പ് നമ്മൾ ഇൻ ഉപയോഗിക്കും. കീപ് യുവർ ഷൂസ് ഇൻ ദ ഷൂ റാക്ക്, കീപ് യുവർ ഡ്രസ് ഇൻ ദ കബോർഡ്, കീസ് ആർ ഇൻ ദ ഡ്രോയർ, അല്ലെങ്കിൽ റൈസ് ഇസ് ഇൻസൈഡ് ദ പോട്ട്. എന്ന് വെച്ചാൽ ഒരു എൻക്ലോസ്ഡ് സ്പേസ് മുമ്പായിട്ട് നമ്മൾ ഇൻ ഉപയോഗിക്കും. അപ്പൊ പ്രിപ്പോസിഷൻ ഇന്ന് ഇതാണ്. ഇനി അടുത്ത പ്രിപ്പോസിഷൻ ഓൺ പ്രിപ്പോസിഷൻ നോർമലി യൂസ് ചെയ്യുന്നത് ഡേയ്സിന് മുമ്പ്. സെക്കൻഡ് പോയിന്റ് ഡേറ്റിന് മുമ്പ്. പിന്നെ ലാർജ് വെഹിക്കിൾസ്. പിന്നെ നാലാമത്തെ സർഫസ്. പിന്നെ അഞ്ചാമത്തെ സോഷ്യൽ മീഡിയാസിന് മുമ്പ് നമ്മൾ ഓൺ ഉപയോഗിക്കും. എക്സാമ്പിൾ, ഡേയ്സിന്റെ എക്സാമ്പിള്, ഡേറ്റിന് എക്സാമ്പിൾ, I was born on 21st December. The meeting held on Monday.
ഐ വാച്ച് അതൊക്കെ പിന്നെ എന്തോ അതൊക്കെ ഡേയ്സിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ഡേയ്സ് ആൻഡ് ഡേറ്റ്. പിന്നെ ലാർജ് വെഹിക്കിൾസിന് മുമ്പായിട്ട് ഐ ആം ഓൺ ദ ബസ് അല്ലെങ്കിൽ ഓൺ ദ ട്രെയിൻ, ഐ ആം ഓൺ ദ ബൈക്ക്, സോറി ഐ ആം ഓൺ ദ ട്രെയിൻ, പിന്നെ ഐ ആം ഓൺ ദ എയറോപ്ലെയിൻ. അങ്ങനെ ലാർജ് വെഹിക്കിൾസിന് മുമ്പായിട്ട് നമ്മൾ ഓൺ ഉപയോഗിക്കും. പിന്നെ സർഫസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോർ ഒരു പ്രതലത്തിന് സൂചിപ്പിക്കുന്നത്, അതിന് മുന്നായിട്ട് നമ്മൾ ഓൺ ഉപയോഗിക്കും. ഓൺ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നുള്ള ഒരു മീനിങ് ആണല്ലോ, അതുകൊണ്ട്. അപ്പം വാട്ടർ കെപ്റ്റ് ഓൺ ദ ടേബിൾ, ഓൺ ദ ഫ്ലോർ, അതൊക്കെ സർഫസിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. അതുപോലെ മീഡിയാസിന് മുമ്പിൽ ഉപയോഗിക്കുന്നതും ഓൺ ആണ്. അതിന് എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ write it down on the piece of paper, അല്ലെങ്കിൽ പിന്നത്തെ he spilled some coffee on my t-shirt, many offices on the second floor, I am watching a video on my phone, the books are on the table, on the plane, on the train, on a ship, അതൊക്കെ അതിന് മുമ്പൊക്കെ ഉപയോഗിക്കുന്നത് ഓണാണ്. പിന്നെ അടുത്ത പ്രിപ്പോസിഷൻ വരുന്നത് അറ്റ് ആണ്. അറ്റ് ഉപയോഗിക്കുന്നത് സാധാരണ ഉപയോഗിക്കുന്നത് ടൈമിന് മുമ്പ്, പിന്നെ പ്ലേസ്, പിന്നെ അറ്റ് നൈറ്റ് ഓർ അറ്റ് മിഡ് നൈറ്റ്, പിന്നെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് വരുമ്പോൾ അറ്റ് ക്രിസ്മസ്, അറ്റ് അതൊക്കെ. പിന്നെ ടൈം ഉദ്ദേശിക്കുന്നത് എക്സാക്ട് ടൈം. അപ്പൊ അറ്റ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ എക്സാക്ട് ടൈമിന് മുമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഷാർപ്പ് ടൈം പറയുന്നതിനനുസരിച്ച് ആണ് ഉപയോഗിക്കുന്നത്. എക്സാക്ട് ടൈം അറ്റ് 10 AM, അറ്റ് 11 AM, അങ്ങനെ പ്രിസൈസ് ടൈമിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റ്. പിന്നെ സ്പെസിഫിക് ആയിട്ട് ലൊക്കേഷൻ പറയുന്നത്, ഇപ്പൊ അറ്റ് ദ ഡോർ, അറ്റ് ദ കോർണർ, അല്ലെങ്കിൽ അറ്റ് ദ ബസ് സ്റ്റേഷൻ, എക്സാക്ട് പ്ലേസും എക്സാക്ട് ടൈം പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറ്റ് ഉപയോഗിക്കും. പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഇപ്പൊ ലൊക്കേഷന് എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുന്ന ലൊക്കേഷനിലെ നമ്മൾ പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിപ്പോസിഷൻ അറ്റ് ആണ്. അറ്റ് വർക്ക് അല്ലെങ്കിൽ അറ്റ് എ പാർട്ടി. പിന്നെ സ്പെസിഫിക് സ്കിൽസ് അല്ലെങ്കിൽ റീസൺസ് ഉപയോഗിക്കുന്നത് ഐ എം ഗുഡ് അറ്റ് ചെസ്, അല്ലെങ്കിൽ സർപ്രൈസ്ഡ് അറ്റ് ദ ന്യൂസ്. കുറച്ച് എക്സാമ്പിൾസ് പറയണെങ്കിൽ ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock, അല്ലെങ്കിൽ അറ്റ് മിഡ് നൈറ്റ്, ഹീസ് അറ്റ് ഹോം, ഐ വിൽ മീറ്റ് യു അറ്റ് 6 PM, വി ക്യാൻ വാച്ച് TV അറ്റ് മൈ ഹൗസ്. പിന്നെ മൈ ഫ്രണ്ട് വിൽ കം ഹോം അറ്റ് ക്രിസ്മസ്. പിന്നെ അറ്റ് ദ കോർണർ, അറ്റ് ദ നൈറ്റ്, അറ്റ് റെസ്റ്റോറൻറ്റ്, പിന്നെ അറ്റ് ദ പാർട്ടി, അറ്റ് 11 AM. അതൊക്കെ നമ്മൾ പ്രിപ്പോസിഷൻ അറ്റ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം എക്സാക്ട് ടൈമും ലൊക്കേഷനും, പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന എക്സാക്ട് ആക്ടിവിറ്റിയുടെ പേര് പറയുവാണെങ്കിൽ അതിന് മുന്നായിട്ട് നമ്മൾ അറ്റ് ഉപയോഗിക്കും. അതുപോലെ ഫെസ്റ്റിവൽസിന് മുമ്പ് അറ്റ് ക്രിസ്മസ്, അതിനൊക്കെ മുമ്പ് അറ്റ് ഉപയോഗിക്കുന്നു. പിന്നത്തെ പ്രിപ്പോസിഷൻ വരുന്നത് സിൻസ് ആണ്. സിൻസ് മീനിങ് വരുന്നത്, അതിന്റെ മലയാളം മീനിങ് വരുന്നത് ഇന്ന് മുതൽ, ഒരു കാര്യം തുടങ്ങുന്നതിന് മുതൽ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അല്ലെങ്കിൽ വേറെ മീനിങ് പിന്നീട്. ഇത് രണ്ടും മീനിങ് വരുന്നിടത്ത് നമ്മൾ സിൻസ് ഉപയോഗിക്കും. ഇപ്പൊ രാവിലെ മുതൽ, ജൂൺ മുതൽ, ഇപ്പൊ എക്സാമ്പിൾസ് പറയുന്നത് രാവിലെ മുതൽ, ജൂൺ മുതൽ, അല്ലെങ്കിൽ എൻ്റെ 7 വയസ്സ് മുതൽ, അങ്ങനെ മുതൽ എന്നുള്ള മീനിങ് എവിടെ വരുന്ന അവിടെ സിൻസ് ഉപയോഗിക്കും. എപ്പോഴും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ കാണിക്കുവാനായിട്ട് നമ്മൾ കാണിക്കുവാണെങ്കിൽ അതിന് മുന്നേ സിൻസ് ഉപയോഗിക്കും. ഇപ്പൊ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സിൻസ് ദിസ് മോർണിംഗ്, സിൻസ് 2015 I have been working as an engineer. Since my childhood this doll has been with me. And I have been dreaming of the since I was a kid.
പിന്നെ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ദിസ് മോർണിംഗ്. അങ്ങനെ മുതൽ അല്ലെങ്കിൽ ഇന്നത് മുതൽ എന്ന് ഉള്ള മീനിങ് വരുവാണെങ്കിൽ അവിടെ സിൻസ് ആണ് ഉപയോഗിക്കുന്നത്. മിക്കപ്പോഴും ഇത് സിൻസ് ഉപയോഗിക്കുന്ന സെന്റൻസുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ അവിടെ യൂസ് ചെയ്യുന്നതായിട്ട്. ആ ടെൻസ് വരുന്നതിൽ മിക്കവാറും സിൻസ് ആയിരിക്കും നമ്മൾ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. He has been lived here since 1993. They have been friends since childhood. അതൊക്കെ എക്സാമ്പിൾസ്. I have not seen Sarah since she left college. സിൻസിന്റെ examples. I have been studying since 9 a.m. She has been a teacher since 2015. Ajit has lived in London since April. ഇതൊക്കെ സിൻസ് വെച്ചിട്ടുള്ള പ്രിപ്പോസിഷനുള്ള മീനിങ് ആണ്, എക്സാമ്പിൾസ് ആണ്. അടുത്ത പ്രിപ്പോസിഷൻ ഡ്യൂറിങ്. ഡ്യൂറിങ് ഉപയോഗിക്കുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാനാണ്. അത് എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഡ്യൂറിങ് എക്സാം യു കാൺ സ്പീക്ക്. അപ്പൊ എക്സാം എഴുതുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്ന ഡ്യൂറിങ് ഉപയോഗിക്കും. ഡ്യൂറിങ് പ്രഗ്നൻസി പീരീഡ് യു ഷുഡ് ഹാവ് ഹെൽത്തി ഫുഡ്. അപ്പൊ ആ പ്രഗ്നൻസി ടൈമിന്റെ ആ പീരീഡ് ഓഫ് ടൈമിനാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് ഡ്യൂറിങ് വരും. ഡ്യൂറിങ് ദ ക്ലാസ് ഐ വിൽ റൈറ്റ് മൈ നോട്ട്. ഐ ഫീൽ സ്ലീപ്പി ഡ്യൂറിങ് പ്രേയർ ടൈം. അപ്പൊ ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നതാണ് ഡ്യൂറിങ്. എക്സാമ്പിൾസ് ഡ്യൂറിങ് ദ എക്സാം യു കാൺ സ്പീക്ക്. ഷീ കെപ്റ്റ് ടോക്കിംഗ് ടു മീ ഡ്യൂറിങ് ദ exam. I take note during the class. He fell asleep during the movie. We visited London during our holiday. ഇത് പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാനായിട്ട് ഡ്യൂറിങ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. അടുത്ത പ്രിപ്പോസിഷൻ ഫോർ ആണ്. ഇത് ഫോറ് ഇത് മലയാളം മീനിങ് പറയുകയാണെങ്കിൽ ഇത് വേണ്ടി, നിനക്ക് വേണ്ടി, അങ്ങനെ. അതും പിന്നെ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിനെയും നമ്മൾ ഫോർ ഉപയോഗിക്കും. പിന്നെ എക്സാമ്പിൾസ് ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 1 hour. അപ്പോൾ 1 മണിക്കൂറായിട്ട് അതൊരു ഡ്യൂറേഷൻ ഓഫ് ടൈമിനാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ. പിന്നെ ഒരു റീസൺ, എന്തെങ്കിലും ഒരു റീസണുമായിട്ട് ബന്ധപ്പെട്ട സെന്റൻസ് ആണെങ്കിൽ ഫോർ ഉപയോഗിക്കും. പിന്നെ എന്തെങ്കിലും പർപ്പസ് ആയിട്ട്, ഇപ്പം പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒരു ഗോൾ റീസൺ, അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ദിസ് ബ്രഷ് ഈസ് ഫോർ പെയിന്റിങ്. ഇപ്പൊ ബ്രഷ് എന്തിനു വേണ്ടിയാണ്, അതിന്റെ ഫംഗ്ഷന് സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഫോർ ഉപയോഗിക്കാം അവിടെ. ദിസ് ബ്രഷ് ഈസ് ഫോർ പെയിന്റിങ്. ഷീ ഈസ് സ്റ്റഡിങ് ഫോർ ഹെർ എക്സാം. അപ്പൊ അവിടെ ഗോളിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത്. അപ്പൊ ഫോർ ഹെർ എക്സാം, അപ്പൊ ഫോർ അവിടെ യൂസ് ചെയ്യുന്നു. അതുപോലെ ഏതെങ്കിലും റീസൺ, ഐ വെന്റ് ടു ദ സ്റ്റോർ ഫോർ സം മിൽക്ക്. അപ്പൊ എന്തിനാണ് സ്റ്റോറിൽ പോയത്, അപ്പൊ അവിടെ ആ റീസൺ സൂചിപ്പിക്കുന്നതാണ് ഫോർ. ഐ വെന്റ് ടു ദ സ്റ്റോർ ഫോർ സം മിൽക്ക്. പിന്നെ ഇപ്പൊ ഡ്യൂറേഷന് സൂചിപ്പിക്കാൻ, ഡ്യൂറേഷൻ ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ ഫോർ ഉപയോഗിക്കും. അതിന് എക്സാമ്പിൾ വരുന്നത് ഐ വെയിറ്റഡ് ഹിയർ ഫോർ 2 hours. 2 hours അത് ഡ്യൂറേഷൻ ഓഫ് ടൈമാണ്. അപ്പൊ ഫോർ ഉപയോഗിക്കുന്ന അവിടെ. പിന്നെ ഇൻഡിക്കേറ്റിംഗ് ദ റെസിപ്പിയന്റ് ഒരു എക്സാമ്പിൾ, ഐ ബോട്ട് ദിസ് ഗിഫ്റ്റ് ഫോർ യു. അപ്പൊ ഈ ഗിഫ്റ്റ് ആർക്ക് വേണ്ടി വാങ്ങിച്ച, അവിടെ ഒരു റീസൺ പറയുന്നതാണ് ഫോർ യു ആണ്. ക്യാൻ യു ഹോൾഡ് ദിസ് ഫോർ മീ. ഫോർ യു, ഫോർ മീ, ഇതെല്ലാം ഇങ്ങനെ ഈ ഒരു മീനിങ് വരുവാണെങ്കിൽ അവിടെ ഫോർ ഉപയോഗിക്കും. പിന്നെ സിൻസും ഫോറും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഫോർ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിനെയാണ്. ഫോർ 3 days, അങ്ങനെ ഫോർ 2 days, ഫോർ 3 days, അതിനൊക്കെ നമ്മൾ ഫോർ ഉപയോഗിക്കും. സിൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ എ സ്പെസിഫിക് സ്റ്റാർട്ടിംഗ് ടൈം പോയിന്റ് ഉണ്ടെങ്കിൽ അതിനു മുന്നായിരിക്കും സിൻസ് ഉപയോഗിക്കുന്നത്. സിൻസ് ദിസ് മോർണിംഗ് അല്ലെങ്കിൽ സിൻസ് മൺഡേ, അങ്ങനെ ഒരു സ്പെസിഫിക് ടൈം അല്ലെങ്കിൽ മെൻഷൻ ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് സിൻസ് ഉപയോഗിക്കും. ഫോർ ഉപയോഗിക്കുന്നത് എ പീരീഡ് ഓഫ് ടൈമിനെ യൂസ് ചെയ്യാനാണ്.
ഫോറും സിൻസും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അടുത്ത പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ബൈ, ബൈ. അത് സാധാരണ ഉപയോഗിക്കുന്നത് ട്രാവൽ, പിന്നെ ട്രാവലിനെ സൂചിപ്പിക്കാൻ, പിന്നെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ മെത്തേഡ് ഓഫ് പേയ്മെന്റ്, ടൈം, ഇതിനൊക്കെ സൂചിപ്പിക്കുന്നു. ബൈ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വരുന്നത് ത്രൂ, ആ ഒരു മീനിങ്ങിലാണ് ബൈ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. പേയ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, ട്രാവല്, ഈ 3 കാര്യങ്ങൾക്കും നമ്മൾ ഫോർ ഉപയോഗിക്കും. പേയ്മെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഐ വിൽ കോണ്ടാക്ട് ബൈ ഇമെയിൽ, അല്ലെങ്കിൽ ഐ ഗോ ടു വർക്ക് ബൈ ബസ്, ട്രാവലിനെ സൂചിപ്പിക്കുന്നു. പ്ലീസ് ഫിനിഷ് ദ റിപ്പോർട്ട് ബൈ 5. ബൈ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മണിയോട് കൂടി ആ റിപ്പോർട്ട് ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ്. 5 മണി കഴിഞ്ഞിട്ടെന്നുള്ള കാര്യം അല്ല പറയണം. 5 കൂടി ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു മീനിങ് വരുവാണെങ്കിൽ അവിടെ ബൈ ആണ് യൂസ് ചെയ്യുന്നത്. വി വിൽ ഗോ ടു മാർക്കറ്റ് ബൈ 2 PM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 PM, അറ്റ്ലീസ്റ്റ് 2 PM നമ്മൾ പോകണം എന്നുള്ള ഒരു മീനിങ് വരുവാണെങ്കിൽ അതിന് ബൈ 2 PM അവിടെ ബൈ യൂസ് ചെയ്യും. പിന്നെ ദ പിക്ചർ ഈസ് ഡ്രോൺ ബൈ ഹെർ, അവളാണ് ആ പിക്ചർ വരച്ചത് എന്ന് വെച്ചാൽ അങ്ങനെ മീനിങ് ബൈ ഹെർ. ദിസ് ബുക്ക് വാസ് ഡിസൈൻഡ് ബൈ മീ, അവളാൽ, അവരാൽ, അങ്ങനെയൊക്കെ മീനിങ് വരികയാണെങ്കിൽ ബൈ അവിടെ യൂസ് ചെയ്യും. പിന്നെ ബൈ മിസ്റ്റേക്കിന് യൂസ് ചെയ്യ, ബൈ മിസ്റ്റേക്ക്, ബൈ ഹാർട്ട്, ഇതൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതാണ്. ഐ ലേൺ ദ പോയം ബൈ ഹാർട്ട്, ബൈ മിസ്റ്റേക്ക്. ഐ ടുക്ക് യുവർ അംബ്രല്ല ബൈ മിസ്റ്റേക്ക്. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അങ്ങനെ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ബൈ യൂസ് ചെയ്യുന്നുണ്ട്. വി ആർ ഫിനിഷിംഗ് ദിസ് പ്രോജക്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അവിടെയും ബൈ യൂസ് ചെയ്യും. അടുത്ത പ്രിപ്പോസിഷൻ വരുന്നത് ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വരുന്നത് ഇടയിൽ, 2-3 പേർക്കിടയിൽ, അല്ലെങ്കിൽ 2-3 വസ്തുക്കൾക്കിടയിൽ. ഇടയിൽ എന്ന് പറഞ്ഞ ഒരു മീനിങ് വരുന്നത് പ്രിപ്പോസിഷൻ ആണ് ബിറ്റ്വീൻ. ബിറ്റ്വീൻ സൂചിപ്പിക്കുന്ന അത് ടൈം, തിങ്, പേഴ്സൺ, ഏതെങ്കിലും ഇടയ്ക്ക് എന്ന് പറഞ്ഞ ഒരു മീനിങ് വരുവാണെങ്കിൽ നമ്മൾ ഒരു ബിറ്റ്വീൻ യൂസ് ചെയ്യും. എക്സാമ്പിൾസ്: ഐ ആം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ 2 walls. I am standing between 2 walls. 2 വാൾക്കിടയിൽ എന്ന് പറയും. Between us he is more active. Between the devil and sea, ചെറുത്താനും കടലിനും ഇടയ്ക്ക്, അങ്ങനെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇടയിൽ എന്നൊക്കെ മീനിങ് വരുന്നിടത്ത് നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യും. They lived in New York between 1998 and 2000. അപ്പൊ ഇയേഴ്സിന് ഇടയ്ക്ക് അങ്ങനെ സൂചിപ്പിക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യും, ബിറ്റ്വീൻ യൂസ് ചെയ്യും. I am sitting between my mother and father. അച്ഛനമ്മയ്ക്കും ഇടയ്ക്ക് അല്ലെങ്കിൽ ഇടയിലിരിക്കുന്നു. മൈ ഹൗസ് ഈസ് ബിറ്റ്വീൻ മാർക്കറ്റ് ആൻഡ് വില്ലേജ്. അപ്പം എക്സാമ്പിൾസിൽ ടൈമിന്റെ ഇടയ്ക്ക്, തിങ്സിന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ പേഴ്സസിന്റെ ഇടയ്ക്ക്, ഇടയിൽ, ഇതിന് ഈ മീനിങ് വരുന്ന എല്ലായിടത്തും ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാം കവർ ചെയ്തു. ഓക്കെ, താങ്ക് യു. Okay, so okay, Renchi. മിസ്സേ, So ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ? ഇത് സ്മോൾ വെഹിക്കിൾസിലല്ല, അതായത് കാറ്, ഇൻ ദ ഓട്ടോ അങ്ങനെ പറയുന്നു പറഞ്ഞില്ലേ? അപ്പൊ വലിയ വെഹിക്കിൾസ്, അതായത് എയറോപ്ലെയിൻ, ട്രെയിൻ എല്ലാം പറയുമ്പോ എങ്ങനെയാ ഓൺ വരുന്നേ? അതെ, അത് അപ്പൊ അതിന്റെ അകത്താ ഉള്ളേന്ന് പറയാൻ പറ്റൂല. അപ്പോ ബസ്സിനകത്താണ് എന്നാണ് പറയുന്നതെങ്കിൽ ഐ ആം ഓൺ ദ ബസ് എന്നല്ലേ പറയണം. ഓൺ കൂടി ചേർക്കണം അല്ലേ? ഓക്കെ, മിസ്, താങ്ക് യു. അപ്പോ പ്രിപ്പോസിഷൻ ക്ലിയർ ആണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ ഞാൻ കുറച്ച് പറ്റുവാണെങ്കിൽ മാത്രമല്ല കുറച്ച് എക്സാമ്പിൾസ് കൂടെ ഞാൻ എക്സസൈസ് കൂടെ ചെയ്യണം. അതായത് എല്ലാ പ്രിപ്പോസിഷൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കുറച്ചൊരു എക്സസൈസ് നമുക്കത് ചെയ്യാട്ടോ. കൂടാതെ നമുക്ക് ഇന്ന് നാളെ പ്രിപ്പോസിഷന്റെ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ. So let's finish. Let's wind up today's class. So stay on the കേട്ടോ. ഞാൻ പറയാം മിസ്സേ, നമുക്ക് എല്ലാവർക്കും വലിയ സഹായങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞെന്ന് വരില്ല.
എന്നാൽ ചെറിയ നന്മകൾ വളരെ ആത്മാർത്ഥമായി ചെയ്യുവാൻ സാധിക്കും. താങ്ക് യു മിസ്. താങ്ക് യു ഫ്രണ്ട്സ്. Yeah, okay. So thank you all. See you in the next class. And bye to all. Thank you all. Thank you, miss. Thank you, Miss. Thank you, ma'am.